ക്രൂര കൊലപാതകങ്ങൾ ചെയ്യാൻ അഫാൻ കൂട്ടുപിടിച്ചത് ലഹരിയെയാണോ? പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന സംശയമാണിത്. അതല്ലെങ്കിൽ ഒരേ ദിവസം വ്യത്യസ്ത സ്ഥലങ്ങളിൽ 3-ൽ കൂടുതൽ പേരെ കൊല്ലുന്ന കില്ലിംഗ് സ്പ്രീ പാറ്റേൺ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അഫാൻ ഉപയോഗിച്ചു എന്നതാണ് സത്യം. ഒരു റിപ്പോർട്ടിലേക്ക്. രക്തം മരവിക്കുന്ന വാർത്തയായിരുന്നു വെഞ്ഞാറമൂടിൽ നടന്ന ആ അരും കൊലകളുടേത്. 6 മണിക്കൂറിനുള്ളിൽ 5 നിഷ്ഠൂര കൊലപാതകങ്ങൾ. ചെയ്തതാകട്ടെ കേവലം 23 വയസ്സുകാരനായ ഒരാൾ. അഹാൻ എന്ന 23-കാരൻ തന്റെ ബൈക്കിന്റെ താക്കോൽ വിരലിട്ട് കറക്കിക്കൊണ്ട് ലാഘവത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറി താൻ 5 പേരെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ഏറ്റുപറഞ്ഞപ്പോൾ പോലീസുകാർക്ക് പോലും പക്ഷേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പൂ പറിച്ചു എന്ന ലാഘവത്തോടെ 5 പേരെ കൊന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണിത് വിശ്വസിക്കുന്നത്? പിതൃമാതാവ്, പിതൃ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, കൂടപ്പിറപ്പ്, പ്രണയിനി എന്നിങ്ങനെ ദയാദാക്ഷിണമേതുമില്ലാതെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊന്നത്. പണം ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞതിന് ഉമ്മയെ ആക്രമിക്കുന്നതോടെയായിരുന്നു തുടക്കം. ഷോൾ തലയിൽ കുരുക്കി നിലത്തടിച്ചപ്പോൾ ഉമ്മ ബോധരഹിതയായി. തലപൊട്ടി രക്തം നിലത്ത് പരന്നതോടെ ഉമ്മ മരിച്ചു എന്ന് കരുതിയ അഫാൻ പിന്നെ വീടിന് പുറത്തേക്ക്. തുടർന്നായിരുന്നു 5 കൊലപാതകങ്ങൾ. പലതരം കൊലപാതകങ്ങളിൽ ഒന്നിലധികം പേരെ കൊലപ്പെടുത്തുന്നതിനെ 3ആയാണ് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പരിശീലന വിഭാഗമായ ബിഹേവിയറൽ സയൻസ് യൂണിറ്റ് തരം തിരിച്ചിട്ടുള്ളത്. മാസ് മർഡർ, സീരിയൽ കില്ലിംഗ്, കില്ലിംഗ് സ്പ്രീ എന്നിങ്ങനെ. ഇതിൽ അഹാൻ ചെയ്ത കൊലപാതകങ്ങളെ കില്ലിംഗ് സ്പ്രീ എന്ന് വിളിക്കാം. ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ 3-ലധികം പേരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളെയാണ് കില്ലിംഗ് സ്പ്രീ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായിരിക്കും ഈ കില്ലിംഗ് സ്പ്രീക്ക് പിന്നിലെ മോട്ടീവ്? അഹാനെ ഇങ്ങനെയൊരു കൊലപാതക പരമ്പര നടത്താൻ പ്രേരിപ്പിച്ചത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ. അതോ ഇതുവരെ ആരും അധികം ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വല്ല ആഭിചാരമോ അങ്ങനെ എന്തെങ്കിലും കാരണമാകുമോ എന്ന സംശയവുമുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ലഹരി തന്നെയായിരിക്കുമോ വില്ലൻ എന്ന ചോദ്യത്തിലേക്ക് കേരളത്തിന്റെ മനസാക്ഷി വീണ്ടും എത്തുന്നത്. ലോകത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കില്ലിംഗ് സ്പ്രീ കേസുകളിൽ 70% സിന്തറ്റിക് ലഹരിക്കടിമപ്പെട്ട പ്രതികളാണ് ചെയ്തിട്ടുള്ളത്. ഈ കണക്ക് ഈ സാധ്യതയെ വീണ്ടും അടിവരയിടുന്നു. മാത്രമല്ല, സാമ്പത്തിക ബാധ്യത കാരണം ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? ഒരു അണുകുടുംബം സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് കുടുംബനാഥൻ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല ഈ കൊലപാതകങ്ങളുടെ പാറ്റേൺ. അഹാനെ പോലുള്ള യുവാക്കൾ ഇനി ഇല്ലാതിരിക്കാൻ അരക്ഷിതമായ കുട്ടിക്കാലമില്ലാത്ത രീതിയിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ കൂടെ തയ്യാറാകണം. എങ്കിൽ ഒരു പരിധിവരെ നല്ലൊരു യുവതയെ സൃഷ്ടിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. കോട്ടയത്ത് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തി. വിദഗ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. വിദഗ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിനും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17-ന് കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ മുതലാണ് അസ്വാഭാവികതകൾ പ്രകടിപ്പിച്ചത്. ആദ്യം കുട്ടിയെ വടവാതൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില മോശമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് ചോക്ലേറ്റിൽ കഴിച്ചതിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന സംശയം ഉയർന്നത്. ഇക്കാര്യം ഡോക്ടറെ അറിയിച്ചു. പക്ഷേ ഇതിനിടയിൽ കുട്ടി അബോധാവസ്ഥയിലായി. രക്തസമ്മർദ്ദം കൂടി. ഇതോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി വിദഗ്ധ പരിശോധന നടത്തി. ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥയ്ക്ക് നൽകുന്ന മരുന്നാണ് ബെൻസോഡയാസിപ്പൻസ്. ചിലർ ലഹരിക്കായും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ എങ്ങനെ മരുന്നിന്റെ അംശം എത്തിയതെന്നതിനാലാണ് ഇപ്പോഴും അവ്യക്തത. വടവാതൂരിലെ സ്വകാര്യ സ്കൂൾ അധികൃതർക്ക് ക്ലാസ് മുറിയിൽ എങ്ങനെ ചോക്ലേറ്റ് എത്തിയെന്ന കാര്യവും അറിയില്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ നഹാസ് ഹിദായത്ത് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്ത്. ഐ ആം ഗെയിം എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത്. RDXന് ശേഷം നഹാസിന്റെ മാസ് ചിത്രമായിരിക്കും ഇത്.
ഒരു മാസ് എന്റർടൈനറായിട്ടായിരിക്കും ചിത്രം ഒരുങ്ങുന്നത് എന്ന സൂചനയാണ് ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നത്. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ജേക്സ് ബിജോയ് സംഗീതവും ജിംഷി ഖാലിദ് ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. സജീർ ബാബ, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത്. ആദർശ് സുകുമാരനും ഷഹബാസ് റഷീദും ചേർന്നാണ് സംഭാഷണം. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്. 2023 പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി അവസാനം തിയേറ്ററിലെത്തിയ മലയാള ചിത്രം. വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് വിജയിക്കാനായില്ല. വെങ്കി അറ്റ്ലൂരി രചിച്ച് സംവിധാനം ചെയ്ത ലക്കി ഭാസ്കറാണ് അവസാനം പുറത്തിറങ്ങിയ ദുൽഖർ ചിത്രം. ആഗോളതലത്തിൽ 110 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടി താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി ഈ ചിത്രം മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. വേനൽ ചൂട് കനക്കുകയാണ്, ഒപ്പം ചുട്ടുപൊള്ളുന്ന വെയിലും. ഈ ഒരു സന്ദർഭത്തിൽ ശരീര സംരക്ഷണം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനം വെയിലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ്. ഇതെങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. വേനൽ കനത്തതോടെ ഈ സമയത്ത് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിനാൽ തന്നെ നമ്മൾ വെള്ളം ധാരാളമായി കുടിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മുടെ ചർമ്മത്തിന്റെ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണം. ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ദിവസവും സൺസ്ക്രീൻ പുരട്ടേണ്ടത് പ്രധാനമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായും സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാനും സ്കിൻ ക്യാൻസർ മുതൽ സൺ ടാൻ വരെ തടയാനും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഗുണകരമാകും. കാലാവസ്ഥ ഏതാണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ വിവിധ ബ്രാൻഡുകളിലും പേരുകളിലും സൺസ്ക്രീൻ വിൽക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ എന്നതിലുപരി നമ്മുടെ ചർമ്മത്തിന് ചേരുന്ന സൺസ്ക്രീൻ വേണം തിരഞ്ഞെടുക്കാൻ. കെമിക്കൽ സൺസ്ക്രീൻ, ഫിസിക്കൽ സൺസ്ക്രീൻ, ക്രീം സൺസ്ക്രീൻ, മിനറൽ സൺസ്ക്രീൻ എന്നിങ്ങനെ പലതരത്തിൽ സൺസ്ക്രീനുകളുണ്ട്. നമ്മുടെ ചർമ്മം ഏത് തരമാണെന്ന് മനസ്സിലാക്കി വേണം സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കേണ്ടത്. മിനറൽ ആക്റ്റീവ് ഘടകങ്ങൾ അടങ്ങിയ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവും. ചിലർക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ അലർജി ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മുഖത്ത് സൺസ്ക്രീൻ ഇടുമ്പോൾ ആദ്യം കയ്യിൽ പുരട്ടി അലർജിയില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ചർമ്മത്തിന് ചേരുന്ന മോയ്സ്ചറൈസർ ആദ്യം ഇടാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ സൺസ്ക്രീനുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏകദേശം 4 മണിക്കൂർ വരെയായിരിക്കും സൺസ്ക്രീൻ സംരക്ഷണം നൽകുക. ഈ 4 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് അപ്ലൈ ചെയ്യണം. വലിയ രീതിയിലുള്ള വെയിലേൽക്കാത്തവർ SPF 30+ ഉപയോഗിക്കുക. വെയിൽ കൊള്ളുന്നത് കൂടുതലാണെങ്കിൽ 50+ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം. മുഖത്ത് മാത്രമായും സൺസ്ക്രീൻ ഒരിക്കലും ഉപയോഗിക്കരുത്. പകരം ഇവ കഴുത്തിലും വേണമെങ്കിൽ കൈയിലും പുരട്ടാം. സൂര്യതാപം തടയാനും മെലനോമ ഉൾപ്പെടെയുള്ള ചർമ്മ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും സൺസ്ക്രീൻ സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിലും മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച് കൂടിക്കാഴ്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സെലൻസ്കി വീണ്ടും ചർച്ചകളിൽ സജീവമാകുന്നത്. സോഷ്യൽ മീഡിയയ്ക്കും വാർത്താ മാധ്യമങ്ങൾക്കും അപ്പുറം ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട് ഇത്തവണ സെലൻസ്കിക്ക്. ലോകത്തെമ്പാടുമുള്ള സമാധാനകാംക്ഷികളുടെ പ്രതിരൂപമെന്നും അസാധാരണമായ മനക്കരുത്തുള്ള മനുഷ്യനെന്നുമാണ് BBC സെലൻസ്കിയെ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലെ സംഭവവികാസങ്ങൾ കൂടിയായതോടെ ഈ വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് മുൻപിലും മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച് കൂടിക്കാഴ്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സെലൻസ്കി വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന് ട്രംപ് സെലൻസ്കിയോട് രൂക്ഷമായി പറഞ്ഞു. സെലൻസ്കി 3ാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്നും ട്രംപ് ചോദിച്ചു. പുടിനുമായി വിട്ടുവീഴ്ച പാടില്ലെന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിച്ചു. ഇങ്ങനെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് ഉണ്ടായത്. വേണ്ടിവന്നാൽ യുക്രൈനെ കൈയൊഴിയുമെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകി. തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ അധികം കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവവികാസങ്ങൾക്കാണ് സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിലൂടെ വൈറ്റ് ഹൌസ് സാക്ഷിയായത്. യുക്രൈനിലെ അപൂർവ ധാതുവിഭവങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് തുടങ്ങിയ വൈറ്റ് ഹൌസ് ചർച്ച പെട്ടെന്നാണ് വഴിതിരിഞ്ഞത്.
കൂടിയതും പ്രകോപനപരമായതും. സെലൻസ്കിയിൽ നിന്നുണ്ടാകുന്നത് മര്യാദയില്ലാത്ത പെരുമാറ്റമാണെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിനായി ചൂതാട്ടം നടത്തുകയാണ് യുക്രൈൻ പ്രസിഡന്റ് എന്നുമായിരുന്നു ട്രംപിന്റെ ആരോപണം. ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിക്ക് നേരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത്. അമേരിക്ക ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് എപ്പോഴെങ്കിലും സെലൻസ്കി നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. പുടിനെ കൊലയാളിയെന്നാണ് സെലൻസ്കി വിളിച്ചത്. റഷ്യൻ അധിനിവേശം മൂലം തങ്ങൾക്കുണ്ടായ നാശനഷ്ടം എത്രത്തോളമുണ്ടെന്ന് കാണണമെങ്കിൽ യുക്രൈനിലേക്ക് വരാൻ സെലൻസ്കി JD വാൻസിനോട് പറഞ്ഞു. പിന്നാലെയും വാക്കുതർക്കം കൂടുതൽ രൂക്ഷമായി. വേണ്ടി വന്നാൽ യുക്രൈനെ കൈയൊഴിയുമെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.